10ാം ക്ലാസ് വരെ ഉള്ളത് പൊതു ഇൻഫർമേഷൻസ്, കുറെ സാധനങ്ങൾ എന്താണ് നമ്മളെ ചുറ്റും നടക്കുന്നത് എന്നുള്ളത് കിട്ടും. പിന്നെയാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെ ഒരു ഷിഫ്റ്റ് നടക്കുന്നതും കൂടെ സമയമായി. ഇത് സിലബസിൽ മാത്രമല്ല, ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ അല്ലേ പിടിച്ചിക്കാൻ പറ്റൂല. ഇവര് സാർ ഇതെന്താ ഇങ്ങനെയല്ലല്ലോ ChatGPT. ഞാൻ ഇന്നലെ രാത്രി ഉറക്കം മുടച്ചിരുന്ന് പഠിച്ചതാ സാർ. ഇന്നലെ രാത്രി ആ ഒരു മണ്ടമുളന്ന ഒരു കൊല്ലം ഞാൻ പഠിച്ചത്. ഒരു കൊല്ലം ഇന്നലെ രാത്രി ഞാൻ അത്രയും സമയം എടുത്ത് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ തന്നെ മനസ്സിലായി ഇന്നലെ രാത്രി മാത്രമേ ഇത് ബുക്ക് തുറന്നിട്ടുള്ളൂ എങ്കിൽ പിന്നെ അത് ഉറപ്പായി വരുള്ളൂ. ഞാനാണ് സെക്കൻഡ് കയറേണ്ടത് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ഫോട്ടോ ആണല്ലോ കിട്ടുന്നത്. അതിൽ ആ കുട്ടി ചെയ്ത് നോക്കിയതുണ്ട്, ആ കുട്ടി ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഇതല്ലല്ലോ ആൻസർ, ഇതെന്താ ഇങ്ങനെ വരുന്നത്, പിന്നെ ആൻസർ ചെയ്യല്ലോ. ഫിസിക്സ് ഒക്കെ പരീക്ഷ എഴുതുമ്പോൾ ഫിസിക്സ് കുക്ക്ഡസ്, കെമിസ്ട്രി ഫ്രൈഡസ് എന്നൊക്കെയാണ് കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അവർക്ക് നിലവാരം ഉയർത്തുക എന്നുള്ള ഒരു ചിന്തയില്ല. അവർ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത് പരീക്ഷയുടെ തലേന്നാൾ ഒരു ജോത്സ്യന്മാരെ എക്സ്പെക്ട് ചെയ്യുന്നത്, ലൈക്ക് ഇതിൽ നിന്ന് ഇത് തന്നെ വരണം. സ്കൂൾ പഠിക്കുമ്പോൾ കട്ടാക്കി സിനിമ പോകുന്ന പിന്നെ ആ പ്രോസസ്സില്ലേ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത് അത്ര രസമായിരിക്കില്ല. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ചിരിക്കുന്നുണ്ട്. ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലേക്ക് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ മക്കൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, നമ്മുടെ സ്വന്തം JB സാർ. സാറിന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം NK സാറും ഉണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം JB, എന്റെ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ വേണ്ട, ഒരു എക്സ്പീരിയൻസ് തന്നെ തുടങ്ങാം. ഞാനിപ്പം 10th പഠിച്ചുകൊണ്ടിരുന്ന സാറേ, 10th കഴിഞ്ഞ ഇപ്പോഴല്ല, ഞാൻ 10th കഴിഞ്ഞ സമയത്ത് യെസ് ഇയർ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10th കഴിഞ്ഞ സമയത്ത് ഞാൻ 11th വന്നപ്പോ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് 10th വരെ ഞാൻ ഒരു ലെവലിൽ പഠിച്ചു, 11th വന്നപ്പോ ഒരുപാട് സിലബസ് വന്നു. കുറച്ചുകൂടി ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നു, വേറെ ലെവലായി തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് സിലബസ് വന്നു, എങ്ങനെ പഠിച്ചു തീർക്കണം എന്ന് എനിക്കറിയില്ല, ടൈം കൺസ്യൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ആദ്യത്തെ ഒരു 2-3 മാസം എല്ലാവരും നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ 11th ആണ് പഠിക്കണം, അല്ലെ 12th ആണ്, ഇത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ലൈഫ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ബേസിക്കലി എന്താണ്, ആദ്യത്തെ 2-3 മാസം നമ്മൾ കുട്ടികളാണ്, കളിച്ചൊക്കെ നടക്കും. എന്നിട്ട് ലാസ്റ്റിലേക്ക് വരികയാണ്, എക്സാമിന്റെ ഒരു അടുത്തേക്ക് വരുന്ന സമയത്ത് അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ഉറപ്പിക്കുക എനിക്ക് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ അതോട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു കണ്ടീഷനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? അതായത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ, നല്ല മാർക്ക് കിട്ടുമോ? പഠിച്ച് സെറ്റ് ആയിരുന്നു, പിന്നെ പ്ലസ് ടു അതെന്താ വെച്ചാല് നമ്മള് സാറേ ഈ 6th കഴിഞ്ഞ് 7th പോകുന്നത് 1 ഇയർ ഡിഫറൻസ് ആണ്. അതേപോലെ 9th കഴിഞ്ഞ് 10th അത് 1 ഇയർ ആണ്. പക്ഷെ 10th കഴിഞ്ഞ് 11th പോകുമ്പോൾ 1 ഇയർ ഡിഫറൻസ് ആണ്. പക്ഷേ ഹയർ സെക്കൻഡറി, അതായത് സെക്കൻഡറി സ്കൂൾ ലിവിങ്, SSLC, പിന്നെ ഹയർ സെക്കൻഡറി. അപ്പോൾ ആ ഷിഫ്റ്റ് ശരിക്കും അഷ്ടമി പറഞ്ഞ പോലെ അവിടുത്തെ വലിയ ഡിഫറൻസ് എന്താ വെച്ചാൽ 10ാം ക്ലാസ് വരെ കേരളത്തിൽ എല്ലാ ആളുകളും പഠിക്കുന്ന ഒരേ സിലബസാണ്, ചോയ്സ് ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹിന്ദി ഒഴിവാക്കി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോഷ്യലി കുഴപ്പമില്ല, എനിക്ക് ജോഗ്രഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹിന്ദി ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം. അപ്പോൾ അതിന് ചോയ്സ് ഇല്ല, നമുക്ക് ഇന്ന സാധനം ഒഴിവാക്കാൻ അത് പറ്റില്ല, എല്ലാവരും അതേ സാധനം പഠിക്കണം SSLC കിട്ടണമെങ്കിൽ. അതിനുശേഷമാണ് ശരിക്കും നമ്മൾ സബ്ജക്ട് പഠിക്കുന്നത്. അപ്പൊ അതുവരെ ശരിക്കും ഒരു ഇൻഫർമേഷനാണ്. ഫിസിക്സ് ഒക്കെ ഒരു ഇൻഫർമേഷനാണ്. അതായത് ഇപ്പം പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, KCB എങ്ങനെയാണ്, കറണ്ട് ബില്ല്, കിലോ വാട്ട് അവർ എങ്ങനെയാണ്, സ്പീഡ് ഓവർ സ്പീഡ് ആകുമ്പോൾ നമ്മുടെ റോഡ് ആക്സിഡന്റ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതൊക്കെ നമ്മൾ അതിന്റെ റീസൺ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇത്ര യൂസ് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിങ്ങനെ ഉപയോഗിച്ചാൽ ഇത് കിട്ടും, അത് നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും നമുക്ക് ഉപകാരം ഉണ്ടാവും. അത് കൂടെ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ആ സിലബസ് ഡിസൈൻ ചെയ്യുന്നത്. എനർജി എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, നമ്മളെ ഡാമിന്റെ സിസ്റ്റം എന്താണ്, അപ്പൊ അതൊക്കെ ഒരു കഥ പോലെ. എന്നിട്ട് അവസാനം ഒരു ചോദ്യം ഉണ്ടാവും, ബാക്കി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ, സയൻസ് ഡയറിയിൽ എഴുതുമല്ലോ, കഴിഞ്ഞ. പക്ഷെ ശരിക്കുള്ള ഫിസിക്സ് ഉണ്ടല്ലോ, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 വരുമ്പോഴാണ് ഫിസിക്സ്, സയൻസ്, പിന്നെ കൊമേഴ്സ് അങ്ങനെ മാറുന്നത്. അതായത് ഒരു ബിസിനസ്സുകാരൻ പഠിക്കേണ്ട ബിസിനസ് പ്ലസ് 1 തുടങ്ങുന്നത്. ഒരു പിന്നെ വക്കീലാവുന്ന ഒരാൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്ലസ് 1 ചൂസ് ആവുന്നത്. ഒരു സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആ സയൻസ് സ്ട്രീമിലേക്ക് പോകും. നേരെ കുറച്ച് ഈ എല്ലാ പ്രൊഫഷണൽ ആളുകളും കോമൺ ആയിട്ട് പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജിയാണ് മറ്റേ 10ാം ക്ലാസ് വരെ ഉള്ളത്. അപ്പൊ ഇതാണ് ഷിഫ്റ്റ്. നമ്മളെ ഓപ്ഷൻ, നമ്മളെ കരിയറിന്റെ പാത്ത്
ശരിക്കും തീരുമാനിക്കപ്പെടുന്നത് ഇവിടെയാണ്. അതായത് ഈ +1 ആണെങ്കിൽ നമ്മൾ പല ഇക്വേഷൻസ് 10ാം ക്ലാസ്സിൽ പഠിച്ച് ഡയറക്റ്റ് ആ ഇക്വേഷൻസ് ആയിരിക്കും. പക്ഷെ ആ ഇക്വേഷൻസ് എങ്ങനെ വന്നു, അത് എവിടെ അപ്ലൈ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയാണ് നമ്മൾ +1 മുതലാണ്. അതായത് ബേസിക്സ് നമ്മൾ പഠിക്കുന്ന 10 വരെയാണ്, പക്ഷെ എങ്ങനെ അത് വന്നു എന്നറിയുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത് +1 10ാം ക്ലാസ് വരെ ഉള്ളത് പഠിച്ചു കുറെ നമ്മൾ പൊതു ഇൻഫർമേഷൻസ് കുറെ സാധനങ്ങൾ എന്താണ് നമ്മളെ ചുറ്റും നടക്കുന്നത് എന്നുള്ളത് കിട്ടി. പിന്നെയാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആ ഒരു മെച്യൂരിറ്റി അതല്ലേ നമ്മളൊരു 18 വയസ്സിൽ ആ ഒരു ടൈം ആവുമല്ലോ, 16 അപ്പൊ നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു ഷിഫ്റ്റ് നടക്കുന്നതും കൂടെ സമയമായി. ഇത് സിലബസിൽ മാത്രമല്ല, കുട്ടികളെ ബുദ്ധിയും നന്നായിട്ട് മാറുന്നുണ്ട്. അത് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ അല്ലേ പിടിച്ചിക്കാൻ പറ്റൂല. ഇവര് സാർ ഇതെന്താ ഇങ്ങനെയല്ലല്ലോ ChatGPT നമ്മൾ ChatGPT നോക്കി ഞാൻ പറയുമ്പോ സാർ ഇത് ChatGPT ഉത്തരല്ലേ, ഇത് ഞങ്ങൾക്കറിയാം സാറിന്റെ പറയാം. അപ്പൊ കുട്ടികളെ ബ്രെയിനും ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾ കുറെ ബേസിക് ആയ ഇൻഫർമേഷൻസ് കിട്ടി. ഇനി നമ്മൾ സ്റ്റഡീസ് തുടങ്ങാം. എൻ്റെ പ്രൊഫഷൻ പിന്നെ സയൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ, അപ്പം ഞാൻ പഠിക്കേണ്ട ഫിസിക്സ്. ഇനിയാണ് ഫിസിക്സ് പഠിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളൊരു ബോധ്യം കുട്ടിക്ക് വേണം. ഇത് പലർക്കും ഇല്ല, എനിക്കില്ലേനും. ലാസ്റ്റ് മൊമെന്റ് സ്റ്റഡി അതുകൊണ്ട് തന്നെയാണ് ഈ 10ാം ക്ലാസ് വരെ പല മക്കൾക്കും ഈ ക്രിസ്മസ് എക്സാമിന് ശേഷമാണ് ഇന്ന് എനിക്ക് പഠിക്കണം, ഈ ഫുൾ A+ നേടണം എന്ന തോന്നലൊക്കെ വരിക. സോ ആ മൊമെന്റിൽ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ പലർക്കും അത് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും. അതായത് ഈ ഫുൾ A+ ഒക്കെ പല മക്കളും ഒരു ഡിസംബറിന് ശേഷം നന്നായി പഠിച്ച് നേടിയെടുക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അതേ മെന്റാലിറ്റിയോടുകൂടി +1നെയും +2നെയും ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് പണി കിട്ടുക. നന്നായി തന്നെ കിട്ടും. അത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് ശരിക്കും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ശരിക്കും കേരളത്തിൽ. എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓരോ വർഷവും ഓരോ മറ്റേ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ ഷിഫ്റ്റ് എന്താണെന്ന് ഒരു അവയർനെസ് ഇല്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്കും ഞാൻ സത്യം പറയുകയാണെങ്കിൽ പിന്നെ സുവോളജിയും ബോട്ടണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് +1 മനസ്സിലായത്. അപ്പൊ ഞാൻ ഒരു ജന്തുശാസ്ത്രം രണ്ടിനും ജീവനല്ലേ, അപ്പൊ ജീവനുള്ളത് സുവോളജി ജീവൻ, അപ്പൊ അതെന്തെങ്ങനെ ശരിയാവും? ചെടികൾ എല്ലാ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ഇതിലിപ്പോ ഏതൊക്കെ സുവോളജി വരെ ഏതൊക്കെ. ഇനിയിപ്പോ ബോട്ടണി എടുക്കുന്ന സമയത്ത് സുവോളജിയുടെ സാധനങ്ങൾ കയറി വരും. അപ്പൊ നിങ്ങളൊരു തീരുമാനത്തിലെത്തുക ആദ്യം സുവോളജി ആണോ, അതിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നാണ് കുറെ കഴിഞ്ഞപ്പോൾ ഇതേ കൺഫ്യൂഷൻ എനിക്ക് സോഷ്യൽ ജോഗ്രഫി. അപ്പൊ ഇത് ആദ്യമേ അറിയില്ല, പിന്നെ അത് പറഞ്ഞു തന്നാലും ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ മനസ്സിലാവണമെന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ശരിക്കും ഒരു 8ാം ക്ലാസ് മുതലേ ഒരു കുട്ടി ചിന്തിച്ചു തുടങ്ങണം, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇനിയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ +1 ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഡയമെൻഷൻ പറയുമ്പോൾ ഇതല്ലേ സാർ മറ്റേ അതെവിടെ വരുമെന്ന് ദർപ്പണം അതെവിടെയെന്നുള്ള ഒരു 10ാം ക്ലാസ്സിന്റെ നിലവാരമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഈസി ആവുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അങ്ങനല്ല, ആ നിലവാരത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുകയാണ് ശരിക്കും. സബ്ജക്റ്റിന്റെ വലിപ്പം അവിടെ 10 ഉണ്ടായിരുന്നു, ഇവിടെ 6 ഉള്ളൂ. സബ്ജക്ട് എണ്ണം കുറയുകയാണെങ്കിലും ചാപ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്ന കോണ്ടന്റ് ഭയങ്കര വലുപ്പമാണ്. 10 ക്ലാസ്സിലെ 10 സബ്ജക്റ്റും കൂടെ ഫിസിക്സിന് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അങ്ങനെ, പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണും അങ്ങനെയായിരിക്കും. നമ്മളെത്ര പഠിപ്പിച്ചു കൊടുത്താലും അവര് സെൽഫായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ സെൽഫായിട്ട് എഴുതേണ്ട രീതിയിലുള്ള സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് 10ാം ക്ലാസ് വരെയൊക്കെ ഒരു ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ, ഇത് പഠിച്ചാൽ ഇത് എഴുതാം, ഇത് വന്നാൽ ഇത് എഴുതാം, ആ മൂടായിരുന്നു. ഇതാണ് ഇവ കുട്ടികള് പലപ്പോഴും, അതായത് സാർ നാളത്തെ എക്സാം ഇല്ലേ അതിന്റെ ക്വസ്റ്റ്യൻ അതാ ലാസ്റ്റ് മൊമെന്റിൽ അവർ അത് ഡിമാൻഡ് ചെയ്യുന്നു. പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനല്ല, പറഞ്ഞ പോലെ. അപ്പോ ശരിക്കും പഠനം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊരു മറ്റേത് ഇതല്ലേ, എത്രത്തോളം നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുണ്ട് അതിന്റെ കപ്പാസിറ്റി അല്ലേ. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ മാറിക്കഴിഞ്ഞാൽ ഇത് വേറെ ഏതോ, അതായത് ഇത് ഞാൻ കാണാത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് അവർ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത് പരീക്ഷയുടെ തലേന്നാൾ ഒരു ജോത്സ്യന്മാരെ എക്സ്പെക്ട് ചെയ്യുന്നത്, ലൈക്ക് ഇതിൽ നിന്ന് ഇത് തന്നെ വരണം. ഗിവൺ തരികയാണെങ്കിലോ ഇത് രണ്ടും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ചെറിയ മാറ്റം വന്നാൽ കൂടി കുട്ടികൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറാം. നല്ലോണം കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിയാന്ന് വിചാരിച്ചോ, അതായത് ബേസ് തൊട്ടേ സെറ്റ് ആക്കി ഫൗണ്ടേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് 11th 12th എങ്ങനെയായിരിക്കും? അതായത് ബേസിക് സെറ്റ് ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഈ ഷിഫ്റ്റ് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഇതുവരെ പഠിച്ചത് കോമൺ പരിപാടികളാണ്, ഇനിയാണ് ഞാൻ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഐ മീൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഭയങ്കര ഇതാ. ഒരു ടോപ്പിക് പറയുമ്പോൾ മനസ്സിലായില്ല, അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, കുട്ടികൾ പറയും സാർ ഇത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എനിക്കാണ് മനസ്സിലാവുക, ഇവിടെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത് എനിക്കാണ് മനസ്സിലാവുക. അപ്പൊ ഇവിടെ റെസ്റ്റിലാവുമ്പോ പിന്നെ ഫോഴ്സ് കൊടുത്താലല്ലേ മൂവ് ചെയ്യുള്ളൂ, അതിപ്പോ എങ്ങനെ എനിക്ക് മനസ്സിലാവുക? അപ്പൊ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോ അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പൊ എനിക്ക് കോൺസെപ്റ്റ് അറിയാം, പക്ഷെ ഇതിപ്പോ ആ കോൺസെപ്റ്റ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണോ, ഇത് ഞാൻ ഏത് സാധനം അപ്ലൈ ചെയ്താലാണ് ഇത് എനിക്ക് കിട്ടുക, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പലർക്കും വരുന്ന പ്രശ്നം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം കാണുമ്പോൾ ഈവൺ അത് ഏത് ചാപ്റ്ററിലാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പല മക്കൾക്കും ബുദ്ധിമുട്ടായിരിക്കും. പെങ്ങളെ മക്കള് ഒരിക്കല് വീട്ടിലുള്ള സമയത്ത് പുറത്തൊരാള് വന്ന്, അപ്പൊ എന്തോ പിരിവായി എത്തിക്കാനായിട്ട് എന്തോ ഒരു പിരിവാ.
അപ്പൊ ഈ കുട്ടി പുറത്തേക്ക് പോയിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ആക്കിയോ പോയി. അപ്പൊ ഞാൻ പറയണത് അത് പറഞ്ഞാൽ പോരെന്ന്. ആ എനിക്കറിയില്ലായിരുന്നു. എന്താ അല്ല ഗസ്റ്റ് വീട്ടിൽ വന്നാൽ എന്താ ചെയ്യാ അതറിയില്ല ചോദിച്ചു. ആ വീട്ടിൽ വന്നാൽ കയറാൻ പറയും. എന്നാ അത് പറയണ്ടേന്ന്, ഇത് ഗസ്റ്റ്. അപ്പൊ ഇതറിയാം, ഇൻഫർമേഷൻ അറിയാം, പക്ഷെങ്കിൽ പെട്ടെന്ന് ഇത് ആദ്യമായിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് അറിയുന്നില്ല ഹാൻഡിൽ ചെയ്യണം എന്നുള്ള എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ ഒരു ChatGPT ചോദിക്കലായിരിക്കും ഗസ്റ്റ് വന്നു എന്താ ചെയ്യേണ്ടത്. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവിടെ നമ്മള് ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക എന്ന് പറയുമല്ലോ, അത് നമുക്ക് ഒരിക്കലും ഒരു 10 സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയാ നമുക്ക് പെരുമാറുന്നത്. ഒരിക്കലും ഡിമാൻഡിങ് ആവാൻ പറ്റില്ല. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ കേസിലാണെങ്കിലും അതായത് ഇങ്ങനെ വന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം, പല പാറ്റേണിൽ വരാം, അത് അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ +1 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇപ്പൊ ഫിസിക്സ് ഒക്കെ പരീക്ഷ വരുമ്പോൾ ഫിസിക്സ് കുക്ക്ഡ് അസ്, കെമിസ്ട്രി ഫ്രൈഡ് അസ് എന്നൊക്കെയാണ് കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അവർക്ക് നിലവാരം ഉയർത്തുക എന്നുള്ള ഒരു ചിന്തയില്ല. അതായത് അവരുടെ പ്രശ്നം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷനിൽ വരുന്ന പ്രശ്നമാണ്. അവരിപ്പോ ഫിസിക്സിൽ ഇപ്പൊ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ബാങ്കിങ് ഓഫ് ഫ്ലോഡ് തന്നെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാ പോകുന്നത്. ഫ്ലൂയിഡ്സിൽ നിന്ന് ബെർണോളിസ് തന്നെ വരുമെന്ന് വിചാരിച്ചാ പോകുന്നത്. കമന്റ് ആണ്, ഞാൻ ഇന്നലെ രാത്രി ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ചതാ സാർ. ഇന്നലെ രാത്രി ആ ഒരു മണ്ടമണെന്ന ഒരു കൊല്ലം ഞാൻ പഠിച്ചത്, ഒരു കൊല്ലം. ഇന്നലെ രാത്രി ആ അത്രയും സമയം എടുത്ത് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ തന്നെ മനസ്സിലായി ഇന്നലെ രാത്രി മാത്രമേ ഇത് ബുക്ക് തുറന്നിട്ടുള്ളൂ എങ്കിൽ പിന്നെ അത് ഉറപ്പായി. അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ മാറ്റി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പരീക്ഷയിൽ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമാവില്ല. സോ അപ്പോഴാണ് ഈ പറയുന്ന നീറ്റ് ചെയ്യൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കാണ് അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കാരണം ഈ 1200 +2 വാങ്ങിക്കുന്ന മെജോറിറ്റി മക്കളും ഈ +1 +2 കൂടെ തന്നെ നീറ്റ് ജയിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ്. അവർക്ക് ഇതിന് മുകളിലുള്ള പ്രാക്ടീസ് ചെയ്താണ്. അതാണ് എന്റെ വേറൊരു സംശയം. അതായത് ഓൾറെഡി സിലബസ് ടഫാണ്, അതിന്റെ കൂടെ ഈ നീറ്റ് ജെ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന മക്കളുണ്ട്, കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ അവരെ സംബന്ധിച്ച് അവർക്കിപ്പോ ബോർഡ് എക്സാമും വരാം, കോമ്പറ്റേറ്റീവ് എക്സാമും വരാം. അപ്പൊ ഞാനിപ്പോ ബേസിക്കലി ചോദിക്കാൻ വന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, എൻട്രൻസ് എക്സാമിനായിരിക്കണം. അപ്പൊ അവരൊക്കെ അവരുടെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ലല്ലേ? അപ്പൊ അത് കിട്ടിയ ആൾക്കാരൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്തത് ഞാൻ മറ്റേ നമ്മുടെ തന്നെ ഒരു നാദാപുരത്തുള്ള ഒരു പയ്യനാണ്, +2 എന്നാണ് ബോധം വന്നത്. അങ്ങനെ നമ്മുടെ ട്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. അവന് അഡ്വാൻസ് മെയിൻസ് ക്രാക്ക് ചെയ്തു, അഡ്വാൻസ് റാങ്ക് വന്നിട്ടുണ്ട്. അത് രണ്ടും ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ ഇൻസ്പയർഡ് ആവുന്നു അതിനനുസരിച്ചാണല്ലോ നമുക്ക് ആ ഫയർ ഉണ്ടാവുക. നേരത്തെ തുടങ്ങുന്നത് നല്ലതാണ്. പക്ഷെ നേരത്തെ തുടങ്ങാത്തവർക്കും ആ ഒരു ഫയർ എത്രത്തോളം ആ കുട്ടിയിലുണ്ടോ. നമ്മളിപ്പോ പലപ്പോഴും ഇമ്പോസിബിൾ ആവുന്ന പല കാര്യങ്ങളും ചില ആളുകൾ ചെയ്യുമ്പോഴാണോ യെസ് ഇറ്റ് ഈസ് പോസിബിൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ നടക്കാറുണ്ട് രണ്ടും. അപ്പൊ ഇത് പോസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് +1 +2 കൂടെ തന്നെ ആ ബോർഡ് എക്സാമിന് എഫക്ട് ചെയ്യാത്ത രീതിയിൽ പറ്റും. ബോർഡ് എക്സാമിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം അതിന് ആ കോൺസെപ്റ്റുകൾ തന്നെയാണ് അവർ ഇതിലും പഠിക്കുന്നത്. സിലബസ് ഒരിക്കലും വ്യത്യാസമില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും 10ാം ക്ലാസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. പക്ഷെ +1 തുടങ്ങിയിട്ട് എനിക്കൊക്കെ തോന്നിയില്ല ഫുൾ മാർക്ക് മേടിക്കുന്നത്. അതേപോലെയാ, അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബോർഡ് +1 +2 നമ്മൾ ഈ പറഞ്ഞ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിലും അതിനേക്കാൾ ലെവൽ കൂടിയ ഒരു സാധനം നമ്മൾ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ താഴെ അതാണ് ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടത്. പക്ഷെ ഇത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യല്ല വേണ്ടത് കുട്ടികളെ. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടി ഫിക്സ് ചെയ്യണം, എനിക്കിത് കിട്ടണം എന്ന് കുട്ടിക്ക് ഉള്ളിൽ തോന്നണം. അതുപോലെ തന്നെ സമയം വലിയ ഫാക്ടറാണ്. ഇപ്പൊ മെജോറിറ്റി മക്കളും ചെയ്യുന്ന കാര്യം +2 ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ അതുപോലും ചെയ്യാതെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ ഈ പറയുന്ന +1 +2 കൂടെ തന്നെ പാരലി പ്രിപ്പയർ ചെയ്ത് നടക്കും. ഒരു 8 മുതലേ ഒരു അവയർനെസ് വേണം. അവിടുത്തെ കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിനാരിയോ ഉള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇപ്പൊ പോട്ടെ നമുക്കിപ്പം ബോർഡ് എക്സാം ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ആ ക്വസ്റ്റിനെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീറ്റ് ജെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, അപ്പൊ അവർ വേറെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചിന്തിക്കാം. സോ ഒരുപക്ഷെ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ ആ കുട്ടിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. കാരണം ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. ഈ സയൻസ് പഠിക്കുമ്പോൾ പലരും പറയും സയൻസ് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്ന, അപ്പൊ സയൻസ് പഠിക്കണം. ശരിക്കും അതല്ല. ശരിക്കും സയൻസ് പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണ്, എങ്ങനെയാ ചിന്തിക്കേണ്ടത്, ഇതെങ്ങനെ സംഭവിക്കുന്നത്, ഇതിന്റെ മെക്കാനിസം എന്താണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് ഇത്ര ആയിട്ട് കിട്ടും, ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരാൾ നന്നായിട്ട് ചിന്തിക്കുന്ന മാത്സ് അറിയുന്ന ഒരാൾ ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ എത്ര ആളുകളുണ്ട് ഇതിൽ, ഇത്ര ആൾക്കാർ ഇത്ര പൈസ ഇട്ടാൽ ഇത്ര നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ പ്രോഫിറ്റ്. ഈ ഒരു പ്രോഫിറ്റിൽ ഒരിക്കലും അവർക്ക് ഇത്രയും പൈസ എനിക്ക് തിരിച്ച് റിട്ടേൺ തരാൻ പറ്റൂല. അത് പൈസ ഒരാൾ വരണ്ടേ, ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് സ്കാമാന്ന് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാത്ത കുറെ ആൾക്കാർ ചേർന്നിട്ടുണ്ട്, ഇന്ന ആളുണ്ട്, അവിടുത്തെ ആളുണ്ട്, അവരൊക്കെ ചേർന്നാ ഞാൻ. അപ്പൊ അതെന്താ വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കൂല. അവരൊരു ട്രസ്റ്റ് ബിലീഫിന്റെ ബേസിൽ അത് ചെയ്യും. അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടും പലപ്പോഴും. ഇത്തരം കേസിലൊക്കെ
അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ലാത്ത സോഷ്യലൈസ്ഡ് ആവാത്ത വീട്ടമ്മമാരെന്നൊക്കെ പണ്ടത്തെ രീതിയിൽ പറയല്ലോ വീട്ടിൽ അങ്ങനെ അവരാണ് ഇങ്ങനത്തെ സെന്ററിൽ പറ്റിക്കപ്പെടുന്നത്. വീട്ടമ്മമാരെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാനല്ല, ഇതിനെ കുറിച്ച് പ്രശ്നമാണ്, ചിന്തിക്കില്ല. ശരിക്കും സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് മറ്റേ എർത്ത് റിവോൾവ് ചെയ്യുക, അപ്പൊ ഈ ചിന്തിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളതാണ് കുട്ടികൾ സ്ലോലി ട്രെയിൻഡ് ആവും. പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയും കിട്ടും. ഒരു സാധനം നമ്മൾ ഇങ്ങനെ എത്ര ബൈ ഹാർട്ട് പഠിച്ചാലും നമ്മൾ അതിനെ കഥ പോലെ പഠിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് അതിന്റെ കോൺസെപ്റ്റ് ആണെങ്കിലും ഫിസിക്സിലൊക്കെ പ്ലസ് 1 പ്ലസ് 2 ഏകദേശം 60ഓളം ഡെറിവേഷൻസ് പഠിക്കാനുള്ളത്. ഈ ഡെറിവേഷൻസിൽ നിന്ന് ഏറ്റവും ചെറിയൊരു 4 എണ്ണമൊക്കെ പരീക്ഷയിൽ വരുള്ളൂ. സോ കുട്ടികൾക്ക് ഈ 60 എണ്ണം എന്തായാലും പഠിച്ചിട്ട് പോകണം, കാരണം ഇതിൽ ഏത് 4 എണ്ണമാണെന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. സോ അതാണ് അവർ നേരിടുന്ന വലിയ പ്രശ്നം. പക്ഷെ അവരിപ്പോഴും എന്താ വെച്ചാല് ഞാനങ്ങനെ പ്ലസ് അവരിപ്പോഴും 5 എനിക്ക് ഓർമ്മ ഞാൻ മറ്റേ പ്ലസ് 1 പഠിക്കണം ഞാൻ എഴുതി വെച്ചിരുന്നു 8 ഡെറിവേഷൻ 8 ഞാൻ പഠിച്ചു, ഇനി 4 കൂടെ ഉണ്ട്. അങ്ങനെ അത് അപ്പൊ ഡെറിവേഷൻ നമ്പർ 3 എന്നാണ് അങ്ങനെ ചെയ്തു. അതല്ലാതെ ഗ്രാവിറ്റി ഹൈറ്റിലേക്ക് പോകുമ്പോൾ വാരി ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ നമ്മള് ഡെയിലി ലൈഫിൽ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തി, ഇപ്പൊ നമുക്ക് ബ്ലോക്ക് വന്നു, ഇനിയിപ്പോ നമ്മളൊരു വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ജോബ് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു, അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്, ഇത് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഇന്ന സ്ഥലത്ത് പോയാൽ എനിക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്, ഇതൊരു നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പല പോസിബിലിറ്റി ചിന്തിക്കുമ്പോഴാണ് ചിലതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അയ്യോ ഇതെന്താ ഞാൻ നേരത്തെ ചിന്തിക്കാൻ, ഇതൊരു റൈറ്റ് ഓപ്ഷൻ അല്ലേ എന്ന്. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കാത്ത എന്തുകൊണ്ടാ വെച്ചാൽ വേറെ പോസിബിലിറ്റി എന്തുകൊണ്ടോ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ആ ഒരൊറ്റ പാറ്റേൺ നാരോ ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യും, അതിൽ നമ്മൾ ഇമോഷണലി അങ്ങ് വീക്കായിട്ട് അങ്ങനെ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോബ്ലം മാത്തമാറ്റിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ഇല്ലാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റാറില്ല, വെലോസിറ്റി അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്, യെസ് അത് കണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ശരിക്കും ഇവിടെ പറയാ അത് ഔട്ട് ഓഫ് സിലബസ്. പിന്നെ ഒരു ചോറിന്റെ ഇലയിൽ ചോറ് വിളമ്പുന്നത് സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് ഞാൻ പറഞ്ഞടാ അല്ല അവരുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ നമ്മൾ പലപ്പോഴും ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നാണ് അവർ വിചാരിക്കുക. അതായത് പരീക്ഷാ പേപ്പറിൽ എന്ത് ചോദ്യം വരുന്നോ ഡിക്റ്റോ വാല്യൂ പോലും മാറാതെ ടീച്ചേഴ്സ് അത് പറഞ്ഞു തരണം, അത് പരീക്ഷയുടെ തലേനാൾ തന്നെ പറഞ്ഞു തരണം, എങ്കിലാണ് തലേനാൾ പഠിച്ച പോലെ പരീക്ഷയ്ക്ക് പറഞ്ഞു പരീക്ഷ ഞാൻ അത് പോയി. അത് മാത്രല്ല ഇന്ന് പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ക്യാൻസൽ ചെയ്ത് നാളെ വെക്കാൻ അയ്യോ പറ്റില്ല, ഞാനിത് കൊണ്ടുവന്നതാ, ഇതിനി ഇറക്കി വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പൊ എൻട്രൻസിന് ഇപ്പം അഷ്ടമി പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിന്റെ മാർക്കാണ് +1 അഡ്മിഷന്റെ ക്രൈറ്റീരിയ. അത് കഴിഞ്ഞു. +2ന്റെ മാർക്ക് വെച്ചിട്ടല്ല ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക. അതിന് നമുക്ക് സെപ്പറേറ്റ്. അത് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും 1200 കിട്ടും. 1200 അല്ലേ 1200 കിട്ടുന്ന മുഴുവൻ കുട്ടികൾ എടുത്തു നോക്കിയാൽ അത്രയും സീറ്റ് ഇല്ല എന്തില്, പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ആ കുട്ടിക്ക് തന്നെ സീറ്റ് കിട്ടും. പിന്നെ ആർക്ക് അതിൽ ഹൂ ഈസ് ബെസ്റ്റ്, ഹൂ ഈസ് ബെറ്റർ ദാൻ ദിസ് എന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻട്രൻസ് എക്സാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമത്തെ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് അത് അറിയുന്നവരെ എഴുതിയാൽ 3 മാർക്ക് കിട്ടും, അവസാനത്തെ സ്റ്റെപ്പില് 3.5 മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചത് എത്രയാണോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഔട്ട് ഓഫ് 50 ആണെങ്കിൽ 30 കിട്ടും, 35. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്തു അതിന്റെ റിസൾട്ട് കണ്ടു. എൻട്രൻസിന്റെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടാണ്ട് റോങ് ആയാലും പിന്നെ അവസാന സ്റ്റെപ്പ് വരെ എഴുതിയിട്ട് യൂണിറ്റ് മാറ്റാൻ മറന്നുപോയിട്ട് മാറിയാലും ഒരേ റിസൾട്ടാണ്. അതായത് അത് തെറ്റി മാർക്ക് ഉണ്ടാവും. അപ്പൊ എൻട്രൻസിന് മാർക്ക് കിട്ടിയ ആളുകൾ കിട്ടാത്ത ആൾക്കാരെ മാറ്റി നിർത്തി, കിട്ടാത്ത ആൾക്കാർ എല്ലാവരും ഒരേപോലെയല്ല. ചില കുട്ടികളൊക്കെ അവസാനം 99% വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടും അതിന്റെ റിസൾട്ട് വിസിബിൾ ആവില്ല. അതുപോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് അല്ലേ ചാപ്റ്റേഴ്സിൽ. ഇപ്പം ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ഇതെനിക്ക് മൂടില്ല പഠിക്കേണ്ട പോയി, നമുക്കിപ്പോ ബോർഡ് എക്സാമിന് സ്കിപ്പ് ചെയ്യാം അല്ലേ. അതായത് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് അനുസരിച്ച് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റർ മാർക്ക് വേണ്ട എന്നാൽ ഞാൻ എവനിലേക്ക് എത്തുന്ന സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻ തന്നെ എടുത്തു നോക്കിക്കുക, ഒരു ഇപ്പൊ 2 ചാപ്റ്റർ എന്നാണ് ചോദിക്കുന്നത്, അത് പഠിച്ചില്ലേ തീർന്നു. ഇതിന്റെ നീറ്റ് മാത്രമല്ല ഈവൻ PSC അടക്കം എല്ലാ എൻട്രൻസ് എക്സാമിനും IAS ക്രാക്ക് ചെയ്ത ആളുകളുടെ ഇന്റർവ്യൂസിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ CEO-ന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ ഒരു മാം പറയുന്നത് അവരാകെ ഒരു 2 വർഷ സമയം 3 മണിക്കൂറോ 3.5 മണിക്കൂറിൽ കുറവ് സമയം ഉറങ്ങാറുള്ളൂ. അതിൽ വെറും 10 മിനിറ്റ് ഒക്കെ ഉറങ്ങിയ ദിവസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് അത്ര തോന്നൂല, അതിശോക്തി അല്ലേന്ന് തോന്നും. പക്ഷെ അല്ല, അതെന്താ വെച്ചാൽ മൂഡ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാൻ ഒരു മൂഡ് വേണ്ടെന്ന് ചോദിക്കും കുട്ടികൾ.
പക്ഷേ അത് ബോർഡ് എക്സാം ഓക്കെയാണ്, ഒരു വർഷം സമയം ഉണ്ടല്ലോ. എൻട്രൻസിന് മൂഡ് വരുമ്പോൾ മാത്രം പഠിച്ചാൽ ഇത് കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ മൂഡ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു നമുക്ക് ഇരിക്കുമ്പോൾ ബോറടിച്ച് നടക്കുക, അപ്പുറത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കുക, അല്ലെങ്കിൽ ചിപ്സ് കഴിച്ചിട്ട് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ അതേ കുട്ടികളും ഇരിക്കും, കാരണം ബാക്ക് പെയിൻ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി. പക്ഷെ ഫിസിക്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, പെൻ ആൻഡ് പേപ്പർ വേണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക്, കുട്ടികൾ പാട്ടൊക്കെ വെച്ചിട്ട് പഠിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ പാട്ട് കേട്ടാൽ എനിക്ക് പ്രശ്നമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ പാട്ട് വന്നാലും പ്രശ്നമില്ല, ടി വി ഒക്കെ കണ്ടിട്ടും പ്രോബ്ലം ചെയ്യാം നമുക്ക്. അപ്പൊ അത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുട്ടികളെ ബോർഡ് വെച്ച് പഠിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടാം. സ്റ്റിക്കി നോട്ട് കൊട്ടിച്ചു വെക്കുക, അതൊക്കെ ഓരോന്നെ കണ്ടെത്തേണ്ട. നമുക്കതിങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കയറി വരുന്ന കുട്ടികളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അതങ്ങനെ കയറിപ്പോകും, അവർ പുഷ് കിട്ടിയാൽ അവർക്ക് കയറിപ്പോകും. പക്ഷെ ആ ഇനീഷ്യൽ ഫയർ അവർക്ക് വരണം. അങ്ങനെ നമ്മൾ ഈ കണക്റ്റഡ് സബ്ജക്റ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫുള്ള് ശരിയാക്കിയാൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തു, കിട്ടി 4 മാർക്ക് കിട്ടി. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അത് കിട്ടിയില്ല. അപ്പൊ അവിടെ സിംഗിൾ മിസ്റ്റേക്കിന് പോലും വലിയ വാല്യൂ, പിന്നെ നല്ല ഉറപ്പും വേണം. അതായത് ഇതിൽ നമ്മൾ കറക്കി കൂട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് കോൺസെപ്റ്റ് അറിയാം, പക്ഷെ നമുക്ക് അവസാനം മറ്റേ എന്തായാലും കറക്കി കുത്തിണ്ടാവല്ലോ. മറ്റേ എക്സാമിനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 44 കിട്ടിയെന്ന് വിചാരിച്ചോ, വാല്യൂ ഉള്ളത് നമ്മൾ ചെയ്ത പേപ്പർ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ ഇത്ര വരെ കിട്ടിയില്ല. 100% പെർഫെക്റ്റ് ആയാൽ അതാണ് അത്രയും ക്വാളിഫൈഡ് ആയ ആളുകൾക്ക്, കാരണം അവരുടെ കരിയർ ഡിസൈഡ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷയാണെങ്കിലേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ഒരു ചോദ്യം കറക്റ്റ് എനിക്കറിയാം, ഇത് തെറ്റില്ല എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചെയ്യാൻ തന്നെ നമുക്കൊരു ഇത് വേണം അല്ലേ? അതെ, അങ്ങനെ ചെയ്യേണ്ട എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് പിന്നെ ബോർഡ് എക്സാം ആലോചിക്കണ്ട. പിന്നെ ഈ ഇത്തരം ചില സെന്റൻസുകൾ, ഇപ്പൊ ലോന്റെ സെന്റൻസ് പഠിച്ചു നോക്കുക, അങ്ങനെ ചില ചെറിയ അതിന് തലേന്ന് രാത്രി ഇരുന്നാലും മതി. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് തലേന്ന് പരിപാടി നടക്കില്ല.